അത്രമേലേറെ ഇഷ്ടപ്പെട്ട വടക്കേൻ്റെ നല്ല തെയ്യക്കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ അവസാനിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജു. എന്നെ മറന്നിട്ടില്ല എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അനവധി തെയ്യക്കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ചില തെയ്യക്കാഴ്ചകൾ ഏറെ പുതുമയും കൂടാതെ അത്രമേലേറെ പ്രിയപ്പെട്ടതും. കർക്കിടക മാസം പൊതുവെ മലബാറിൽ തെയ്യങ്ങളുടെ വിശ്രമകാലമെന്ന് പറഞ്ഞു വരാറുണ്ട്. കാരണം ആ ഒരു ഇടവേളയിൽ ഇടവപ്പാതി മുതൽ തുലാപ്പത്ത് വരെ തെയ്യങ്ങളൊന്നും തന്നെ അങ്ങനെ സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിലും കാവുകളിലും കെട്ടിയടിക്കാറില്ല. എന്നാലും കുറച്ച് തെയ്യങ്ങൾ കർക്കിടക മാസം ഇവിടെ അരങ്ങിലെത്താറുണ്ട്. അത്തരത്തിലൊരു തെയ്യക്കാഴ്ചയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. തെയ്യത്തെ അത്രമേലേറെ മനസ്സിലേറ്റി നടക്കുന്ന തെയ്യപ്രേമികൾക്ക് വേടൻ തെയ്യം അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞു തെയ്യത്തെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അറിയാത്തവർക്കായിട്ട് നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കർക്കിടക മാസം അരങ്ങിലെത്തുന്ന തെയ്യാണ് വേടൻ തെയ്യം. വേടൻ തെയ്യത്തെ കൂടാതെ കർക്കിടക മാസം സാധാരണ ആടിയും ഗളിഞ്ചനും ജോഗിയും അങ്ങനെ കുറച്ച് തെയ്യങ്ങൾ ഈ ഒരു കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അരങ്ങിലെത്താറുണ്ട്. പൊതുവെ കർക്കിടകത്തിൽ ദാരിദ്ര്യമെന്നാണ് പറയാറുള്ളത്. ഈ ഒരു പഞ്ഞമാസത്തിലെ ദുരിതവും ദാരിദ്ര്യവും അകറ്റാൻ വേണ്ടിയിട്ട് കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് ഈ കർക്കിടക തെയ്യങ്ങൾ. പക്ഷേ ഈ ഒരു വേടനും ആടിയും എന്നിങ്ങനെ തെയ്യങ്ങൾ മറ്റ് തെയ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തെയ്യം കെട്ടിയാടുന്നത് ഏറെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. ഏകദേശം 5 വയസ്സും 6 വയസ്സും മാത്രമുള്ള കുഞ്ഞുങ്ങളാണ് ഈ ഒരു തെയ്യം കെട്ടി നാടിൻ്റെ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങി അവിടുത്തെ ദുഃഖവും ദുരിതവും തീർക്കുന്നുവെന്ന് വിശ്വസിക്കുന്നത്. അതുപോലൊരു തെയ്യക്കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഏറെ മനോഹരമായ പട്ടുവം എന്ന ഗ്രാമത്തിലേക്കാണ്. ഇവിടുത്തെ വേടൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ തെയ്യം വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു വേടൻ അങ്ങനെ അണിയറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം പാച്ചൂട്ടിന് ആദ്യമായിട്ട് വേടം കെട്ടുമ്പോൾ, അതായത് അവൻ്റെ 3 വയസ്സിൽ വേടം കെട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു അനേകം പേർ ആ വീഡിയോ കാണുകയും അത്രമേലേറെ അത് വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ റീല് അനവധി ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ നമ്മുടെ പാച്ചൂട്ടൻ ഒരു കുഞ്ഞ് സെലിബ്രിറ്റി ആയി ആ സമയത്ത്. അപ്പോൾ പാച്ചുവിൻ്റെ ഇക്കൊല്ലത്തെ വേടം കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വേടൻ തെയ്യത്തിന് പറയത്തക്ക വലിയ ചമയങ്ങളൊന്നും ഇല്ലെങ്കിലും ഭയങ്കര രസമാണ് വേടൻ തെയ്യം കീഞ്ഞ് വരുമ്പം കാണാൻ വേണ്ടി. അപ്പോൾ മുഖത്തെഴുതി അരച്ചമയങ്ങൾ കാണുന്ന കാഴ്ചയാണ് നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോലാധാരി എന്നതിലുപരി ആ കുഞ്ഞിൻ്റെ ആകാംക്ഷയും കുട്ടിത്തവും എല്ലാം വേടൻ തെയ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കാഴ്ചകൾ തന്നെയാണ് വേടൻ തെയ്യത്തെ മറ്റ് തെയ്യങ്ങളുമായിട്ട് ഏറെ വ്യത്യാസം കാണുന്നത്. നമുക്ക് വേടൻ തെയ്യം ആരാണെന്ന് നോക്കാം. കാരണം ഞാനെപ്പോഴും പറയുന്ന കാര്യം, നമ്മൾ തെയ്യത്തെ കാണുവാണെങ്കിൽ ആ തെയ്യം എന്താണെന്നും ഏതാണെന്നും അറിഞ്ഞു കാണണം. ജനിച്ച് ജീവിച്ച് മരിച്ച് ദൈവക്കുരുവായ ആൾക്കാരും പിന്നെ പുരാണാംശങ്ങൾ എന്ന കഥകളും തെയ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. വേടൻ തെയ്യത്തിൻ്റെതായിട്ട് പറഞ്ഞു വരുന്നത് ഒരു പുരാണ അംശം കലർന്ന കഥയാണ്. പണ്ട് പാശുപതാസ്ത്രം എന്ന അമ്പിനായിട്ട് അർജുനൻ ശിവനെ തപസ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. ഏറെ നാളത്തെ കഠിനമായ തപസ്സിനൊടുവിൽ ശിവൻ അർജുനൻ്റെ തപസ്സിൽ സംപ്രീതനാവുകയും പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് താൻ നേടിയെടുത്തത് വെറും ഒരു അസ്ത്രമല്ല, അനവധി കഷ്ടപ്പാടുകൾ ത്യജിച്ചിട്ടാണ് ആ അസ്ത്രം നേടിയെടുത്തതെന്ന് അർജുനനെ തോന്നിപ്പിക്കാൻ വേണ്ടി ശിവൻ ചില പരീക്ഷണങ്ങൾ അർജുനന് മുമ്പിൽ നിരത്തി. ഒരു കാട്ടാളൻ അഥവാ ഒരു വേടൻ്റെ രൂപം ധരിച്ചാണ് ശിവൻ അർജുനന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ മുമ്പിലിരിക്കുന്നത് ശിവനാണെന്ന് അർജുനന് ഒരു തരത്തിലും മനസ്സിലായിരുന്നില്ല. തൻ്റെ പതിവ് നായാട്ടനായിട്ട് അർജുനൻ തൻ്റെ വില്ലും അമ്പും എടുത്തിട്ട് കാട്ടിലേക്ക് ഇറങ്ങി ഒരു പന്നിയെ അമ്പെയ്ത് പിടിച്ചു. പക്ഷേ അർജുനൻ അത് അമ്പെയ്ത് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ശിവൻ്റെ അമ്പായിരുന്നു ആ പന്നിയുടെ മേലിൽ തറച്ചിരുന്നത്. ആ ഒരു അമ്പിനെയും പന്നിയുടെ ഉടമസ്ഥനെയും ചൊല്ലി അവർ തമ്മിൽ തർക്കം ആരംഭിച്ചു. അങ്ങനെ ആ തർക്കം ഏറെ സമയം നീണ്ടു നിന്നു. വല്ലവനും എയ്ത പന്നിയുടെ അവകാശം നിനക്കെങ്ങനെ വന്നു ലഭിക്കും മൂടാ എന്ന ശിവൻ്റെ പരിഹാസ്യം അർജുനന് ഏറെ ദേഷ്യം ഉളവാക്കി തീർത്തു. അതിനുശേഷം അർജുനൻ താൻ തപസ്സിരിക്കുന്ന ശിവലിംഗത്തിന് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിക്കാനായിട്ട് ആരംഭിച്ചു. പക്ഷേ എറിയുന്ന ഓരോ പുഷ്പങ്ങളും ശിവലിംഗത്തിൻ്റെ ചുവട്ടിലല്ലാതെ മറിച്ച്
നേരെ ആ വേടൻ്റെ കാൽക്കീഴിലേക്ക് പോകുന്നത് അർജുനൻ ശ്രദ്ധിച്ചു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വേടൻ വേറൊരു മനുഷ്യനല്ലെന്ന് അർജുനന് മനസ്സിലായി. തനിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ പരമശിവൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ ശിവൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. തൻ്റെ ഭക്തനിൽ അതീവ സംപ്രീതനായ പരമശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി തിരിച്ചയക്കുകയും ചെയ്തു. പാശുപതാസ്ത്ര ലബ്ധിക്കായിട്ട് അർജുനനെ പരീക്ഷിച്ച ശിവൻ്റെ ആ വേടരൂപത്തെയാണ് ഇവിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വേടൻ്റെ തെയ്യമായിട്ട് കർക്കിടക മാസത്തിൽ ദുരിതമകറ്റാനായിട്ട് മലയ സമുദായം കെട്ടി ആരാധിച്ചു വരുന്നത്. വേടരൂപം ധരിച്ച പരമശിവൻ്റെ കൂടെ എഴുന്നള്ളുന്ന പാർവതിയെ ആടിത്തെയ്യമായിട്ടും ഇവിടെ സങ്കല്പിച്ച് ആരാധിച്ചു വരുന്നുണ്ട്. ആടിയെയും വേടനെയും കൂടാതെ തന്നെ ഗളിഞ്ചനെന്നും തുളുനാട്ടിൽ ജോഗി എന്നും തെയ്യങ്ങൾ കെട്ടി ആരാധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേടൻ തെയ്യത്തിൻ്റെ കാഴ്ചകൾ കാണാം. കേശം മുറുക്കിപ്പം കിരീടം വെച്ചമർത്തു നന്നായി നാഥൻ തിരുമേനി മറച്ചു കൊണ്ടിലകം തൊട്ടാൻ പാർവതിയോടൊത്തു വില്ലും തരക്കോലും എടുത്തു കൈമേലില്ല ചിരളിൽ മുകളിലേറി പെരുവേടെന്നായാടുമ്പോൾ തയ്യാവല കെട്ടി തലവില്ലും നിവർന്നു നിന്നു ഭൂതപ്പെടുവേടരു കുലമാർന്നു വിളിയും കൂട്ടി കാലമെടുക്കുന്നേരം ഒട്ടും പുറമെല്ലാം അടിക്കയും തെളിക്കയുമായി ബാലാർജനത്തിനെ കുളിപ്പിക്കുക പാലപ്പലകയോ അടിച്ചു. ഒന്നും കുറയാതെ നിറന്നാണി രണ്ടു വെക്ക ചോക്ക കറുക്ക നീ കുറിച്ചി കൂട്ടി വെക്ക എന്റെ വേടനോ മുന്നല്ലിടുക കൊമ്പത്തിടങ്ങന ഇരുന്നാവ് എരിയും വെക്ക. കൂടാതെ ഇവിടുത്തെ പിണി ഒഴിക സ്ഥാനം വാഴുക തറവാടങ്ങേറ്റം വാഴ മക്കൾ വാഴുക മരുമക്കളേറ്റം വാഴ നോവും ചോതും പൂറം കഴിച്ചാടും. അതിശിവം പാത്തൻ തപങ്കന്മാർ എഴുന്നള്ളുമ്പോൾ വേഷം പകർന്നു വേടരൂപമായി ചമഞ്ഞു മുന്നം കേശം മുറുക്കിപ്പം കിരീടം വെച്ചമർത്തു നന്നായി നാഥൻ തിരുമേനി മറച്ചു കൊണ്ടിലകം തൊട്ടാൻ തയ്യാവല കെട്ടി തലവില്ലും നിവർന്നു നിന്നു ഭൂതപ്പെടുവേടരു കുലമാർന്നു വിളിയും കൂട്ടി കാലമെടുക്കുന്നേരം ഒട്ടും പുറമെല്ലാം അടിക്ക